മാത്സ്യൂളിലേക്ക് 6th സ്റ്റാൻഡേർഡിലെ 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ ടെക്സ്റ്റിലെ ഒന്നാമത്തെ പാഠം, അതായത് കോണുകൾ, ആംഗിൾസ്, അതിൻ്റെ 1ാം ഭാഗം വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 1ാം ഭാഗം കാണാത്ത കുട്ടികളാണ് എങ്കിൽ പാർട്ട് 1 കാണാത്തവർ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. 6th സ്റ്റാൻഡേർഡിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സ്കൂൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ തന്നെ ക്ലാസ്സുകൾ കണ്ട് ഒരു വ്യക്തത വരുത്താൻ ഈ വീഡിയോകൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ പാർട്ട് 2 അന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു സർക്കിളിനെ വിഭജിക്കുന്നത്, പീസ് ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളോട് പറഞ്ഞാൽ, ഇത് ഒരു പ്രൊട്രാക്ടറാണ്. ഈ പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, 20, 30, 40 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കാണാം. ഇവിടെ 90 കാണാം, പിന്നെ ഇവിടെ നിങ്ങൾക്ക് 180 കാണാം. ഇവിടെ 0 ഉണ്ടെങ്കിൽ ഇപ്പുറം 180 ഉണ്ടാവും. അതുപോലെ ഇപ്പുറം 0 ആണെങ്കിൽ അപ്പുറം 180 ഉണ്ടാവും. ഞാൻ ഒരളവ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഈ 10, 20, 30, 40 എന്നുള്ള എഴുതിയതിന്റെ ഇടയിൽ ചെറിയ ചെറിയ വരകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 10 വരെ എത്തുമ്പോൾ, 0 മുതൽ 10 വരെ എത്തുമ്പോൾ അവിടെ 10 ചെറിയ വരകൾ ഉണ്ടാവും. അപ്പോ ഈ 180 വരെ എത്തുമ്പോൾ 180 കഷണാക്കുകയാണ് ഇതിനെ. ഇങ്ങനെയുള്ള ഒരു രൂപത്തെ 180 കഷണമാണ് ആക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു വരകള് 180 പീസുകളാക്കി മാറ്റുന്നുണ്ട്, കഷണങ്ങളാക്കി ഭാഗിക്കുന്നുണ്ട്. ഓക്കെ, 180. ഇനി നോക്ക് നിങ്ങള്, ഈ പ്രൊട്രാക്ടർ 2 എടുത്ത് കഴിയുമ്പോ ഇതിന്റെ മേലെ തന്നെ താഴെ വേറൊരു പ്രൊട്രാക്ടർ വെച്ചാൽ അത് ഈ രൂപത്തിൽ വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് മേലത്തെ ഒരു പ്രൊട്രാക്ടർ ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ 180 വരെ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറിയ 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 കഷ്ണങ്ങൾ ഉണ്ടാവും, 180 ഉണ്ടാവും. അപ്പൊ താഴത്തതിലും എത്രയുണ്ടാവും? 180 ഉണ്ടാവും. അപ്പൊ താഴത്തതിലും നമുക്ക് 180 കഷ്ണം ഉണ്ടാവും, മേലത്തതിലും 180 കഷ്ണങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ടോട്ടല് നമ്മൾക്ക് ഇവിടെ എത്ര പീസ് കിട്ടും? 360 കഷണങ്ങള്, ഭാഗങ്ങൾ കിട്ടും. ഈ ചെറിയതാക്കിയിട്ട് നമുക്ക്. അപ്പൊ ഓരോന്നിന്റെയും ഓരോ വര നമ്മൾക്ക് ഇങ്ങനെ വരച്ചാല് ഇവിടെ 360 കാലുകൾ ഇവിടെ ഉണ്ടാവും. ഇതേമാതിരിയില് 360 എണ്ണം നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ 360 കഷ്ണാക്കുകയാണ്. ഓരോ 2 വരകൾക്ക് ഇടയില് ഉള്ള ഗ്യാപ്പ് എടുക്കുമ്പോ അങ്ങനെയുള്ള 360 എണ്ണം അവിടെ ഉണ്ടാകുന്നതിലാണ്. ഓക്കെ, ഈ 180 ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 181 വരകൾ ഉണ്ടാവും. 181 വരകൾ ഉണ്ടാവും. കാരണം എന്താ? ഈ 0 മുതൽ 1ാമത്തെ വര വരെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത് വരുന്നത്. 0-ന് വരയുണ്ട്, 1-ന് വേറൊരു വര. ഈ 2 വരകൾ ചേരുമ്പോ 0-ന് ഒരു വര, ഇവിടെയുള്ള 1-ന് ഒരു വര. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് എന്താക്കിയത് നമുക്കൊരു കഷ്ണം കിട്ടുന്നത്. ഓക്കെ, ഇതേമാതിരി കഷ്ണം. അപ്പൊ 180 വരെയാകുമ്പോൾ 181 കഷ്ണം ഉണ്ടാവും. എന്നാൽ ഒരു സർക്കിൾ ഫുൾ ആവുമ്പോൾ അത് എത്ര ഉണ്ടാവുള്ളൂ? 360 കഷ്ണങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അതൊന്ന് കാര്യം ആദ്യം ഓർമ്മിക്കുക. 360 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത്, ആ 360 കഷണമുള്ള രൂപത്തിന്റെ പേരാണ് നമ്മൾ പറയാ സർക്കിൾ, അല്ലെങ്കിൽ നമ്മൾ പറയും വൃത്തം. അപ്പൊ വൃത്തത്തിനെ നമുക്ക് എത്രയാക്കി മാറ്റാം? അതിന്റെ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതിന്റെ ആരക്കാലുകളുമായി ബന്ധപ്പെട്ടിട്ട് 360 കഷണങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു വൃത്തത്തിൽ 360 ആരക്കാലുകൾ ഉണ്ടാവും. ഓക്കെ, 360 എണ്ണം ഇവിടെ ഉണ്ടാവും. 362 അല്ല, 360 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇനി നോക്ക് നിങ്ങള്. അപ്പൊ ഇതിനെ ഇപ്പോ ഇതേമാതിരിയുള്ള എത്ര ആക്കാൻ പറ്റും? 2 ആക്കാൻ പറ്റും. ഇതുപോലുള്ള 2 ആക്കാൻ പറ്റും. ഇതിനെ അതെങ്ങനെയാണ് നോക്ക്. ഇപ്പൊ ഇങ്ങനെ വരച്ചാല് 1 ആയി,
അതേമാതിരി താഴെയും നമ്മൾ ഇതേമാതിരി വരച്ചാൽ എത്രണ്ണായി? രണ്ടെണ്ണം. ഇത് രണ്ടും കൂടെ അടുപ്പിച്ച് വെച്ചാൽ ആരായി? ഇതായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, 2 പീസാക്കുമ്പം ഒന്നിൽ വരുന്നത് എത്രയാണ്? 360ന്റെ നേരെ പകുതിയാണ് വരുന്നത് അല്ലെ? ഈ 360 സർക്കിളിനെ 2 കഷണമാക്കി മാറ്റുമ്പോ ഒന്നിൽ വരുന്നത് എത്ര ഡിഗ്രി വരെയുള്ള ഭാഗമാണ്? 180 ഡിഗ്രി വരെയുള്ള ഭാഗമാണ്. 180 ഡിഗ്രി വരെ. എത്ര പീസാക്കുമ്പോ? 2 കഷണാക്കുമ്പോ. ശ്രദ്ധിക്കണേ, 2 കഷണാക്കുമ്പം വരുന്നത് എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ നമുക്കതിന് ഇങ്ങനെ പറയാം, 360/2 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി കിട്ടുന്നത്. 360നെ 2 കഷ്ണാക്കുമ്പോ ഒന്നിൽ വരുന്നത് 180 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ 360നെ ഞാൻ 4 കഷ്ണാക്കുന്നു. 360നെ ഞാൻ 4 കഷ്ണാക്കുന്നു. അപ്പൊ ഒരു കഷ്ണത്തിൽ വരുന്നത് എത്ര ഭാഗം വരും എന്ന് നോക്കാം നമുക്ക്. എത്ര ഡിഗ്രി വരെ വരും നോക്കാം നമുക്ക്. ഇത് നേരെ പകുതിയാക്കി. ഇപ്പൊ 180 അപ്പൊ 4 കഷ്ണാക്കുന്നതല്ലേ പറഞ്ഞത്. അപ്പൊ 4 തുല്യ കഷ്ണാണ്, ഈക്വൽ ആയിട്ടുള്ള പീസാണ് 4 എണ്ണം ആക്കുന്നത്. അങ്ങനെ ആക്കുമ്പോ നോക്കൂ, ഇവിടെ ഇതിൽ എത്ര വരും? ഇതില് 90 വരും. 90 എണ്ണം ഉണ്ടാവും. കാരണം എന്താ? ഇത് ഫുള്ള് 180 അതിൽ പകുതിയാണ് ഇത്. ഇതിൽ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. ഇതിലും എത്ര ഉണ്ടാവും? 90. 90 ഡിഗ്രി 90 റേഡിയസ് വെച്ചിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ 2 കഷ്ണാക്കുമ്പോ 180 ഡിഗ്രി. 4 കഷ്ണാക്കുമ്പോ നോക്ക്, 360നെ 4 കഷ്ണാക്കുമ്പോ നമുക്ക് കിട്ടുന്നത് ഒരു കഷ്ണത്തിന് എത്ര വരുന്നുണ്ട്? 90 ഡിഗ്രി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു തരത്തിൽ ഞാൻ ഇപ്പൊ ഇതിനെ പറയാണ്. 360നെ 2 കഷ്ണാക്കുമ്പോ 180 ഡിഗ്രി. അപ്പൊ 360നെ 180 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഭാഗവും കിട്ടും? 2ഉം കിട്ടും. ഇതില് ഇങ്ങനെ ഇത് മനസ്സിലായിട്ടില്ല, ഞാൻ ഇവിടെ പറയാം. 360നെ 4 കഷ്ണാക്കുമ്പോൾ വരുന്നത് 90 ഡിഗ്രി. അപ്പൊ 360നെ 90 ഡിഗ്രിയിലെ ആക്കുമ്പോൾ എത്ര കഷ്ണങ്ങൾ കിട്ടും നമുക്ക്? 4 കഷ്ണങ്ങൾ കിട്ടും. 360ൽ എത്ര 90 ഉണ്ടാവും? 90 90 90 90 490 ഉണ്ടാവും. അപ്പൊ 4 90കൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ അറിയുന്ന കാര്യം എന്താന്ന് വിചാരിച്ചാല്, 360 ഉള്ള ഒരു സർക്കിളിനെ, ഒരു വൃത്തത്തെ, 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിളിനെ നമ്മൾ 4 പാർട്ടാക്കുമ്പം ഒന്നില് എത്ര ഡിഗ്രി വരും എന്ന് ചോദിക്കുമ്പോ അവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോ ഓക്കെ, ഇനി നമ്മൾക്കിത് ചെയ്യാൻ പറ്റും. ഈ 90 ഡിഗ്രി വന്നാല് ആ 90 ഡിഗ്രിയിലെ ഈ ഓരോരോ വരയുടെ ആരക്കാലിന്റെ അറ്റങ്ങൾ യോജിപ്പിക്കുക. ഇതല്ലേ, ഇത് റേഡിയസ് അല്ലേ, ആരല്ലേ? അപ്പൊ ഇത് റേഡിയസ്, അതിന്റെ എൻഡുകൾ യോജിപ്പിച്ച് കിട്ടിയാല് നമുക്ക് എന്ത് കിട്ടുന്നറിയോ? 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള രൂപം. ഈ രൂപത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ പറയാ സ്ക്വയർ, മലയാളത്തിൽ പറയാ സമചതുരം. ഓക്കെ, അപ്പോ 4 സൈഡ് ഉള്ളതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ 4 സൈഡ് ഉള്ളത് കിട്ടുമ്പോ അതിൽ ഒന്നിന്റെ ഡിഗ്രി എത്ര വരും? 90 ഡിഗ്രി വരും. ഒന്നിന്റെ ഡിഗ്രി 90 ഡിഗ്രി വരും. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇതേമാതിരി 6 സൈഡുള്ള ഒന്നിന്റെ ആക്കുമ്പോ എത്ര വരും? 360നെ 6 കഷ്ണാക്കുമ്പോ ഒന്നിന്റെ ഡിഗ്രി എത്ര വരും നോക്കാം നമുക്ക്. 360നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 കഷ്ണാക്കുന്നു വിചാരിച്ചോ. 6 കഷ്ണാക്കുമ്പോ 36ൽ എത്ര 6 വരും നമുക്ക്? 6 അല്ലേ, 36. അപ്പൊ നമുക്ക് 60 ഡിഗ്രി വരും ഒരു കഷണം. 60 ഡിഗ്രി ഉള്ള എത്ര കഷ്ണം ഉണ്ടാവും അവിടെ? 6 കഷ്ണം ഉണ്ടാവും. എന്തുകൊണ്ട് നോക്ക്, 90 ഡിഗ്രിയിലെ 4 കഷ്ണങ്ങൾ ചേർന്നിട്ടാണ് 360 ആവുന്നത്. അതേപോലെ ഒരു വൃത്തം ഫുള്ള് കിട്ടുമ്പോ 60 ഡിഗ്രിയുള്ള 6 കഷ്ണങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 360നെ 60 ഡിഗ്രിയിലെ 6 എണ്ണം ഉണ്ടാവും എന്ന് പറയുമ്പോ നമ്മൾക്ക് സർക്കിള് വരക്കാതെ നമുക്ക് ആ 60 ഡിഗ്രി ഉള്ള നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? നോക്കൂ കുട്ടികളെ, ശ്രദ്ധിക്ക. അപ്പൊ ഇതാ 6 എണ്ണവും ഇല്ല, ഞാൻ വരക്കാൻ പോയേനെ. അപ്പൊ ഞാനിവിടെ സർക്കിൾ വരച്ചു. എന്നിട്ട്
ഒന്ന് എത്ര വരുന്നത് 60 ഡിഗ്രിയാണ് അല്ലെ, 60 ഡിഗ്രിയിൽ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു വര വരച്ചിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൽ കണ്ടെത്തുകയാണ് 60 ഡിഗ്രിയെ. അപ്പൊ എങ്ങനെയാണ്, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ടാവുമ്പം 60 ഡിഗ്രി, ഇവിടെ 60 എന്ന് കാണാം, 60 60 എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് എങ്ങനെയാണ് ആംഗിൾ എടുക്കുന്നതെന്ന്. അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടും. നോക്കൂ കുട്ടികളെ, ഇത് രണ്ടും നമ്മൾക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടി, 60 ഡിഗ്രിയുടെ ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടി, 60 ഡിഗ്രിയുടെ കിട്ടി. ഓക്കെ, അടുത്ത 60 ഡിഗ്രി ഇവിടെ നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഇതിലും എന്തെടുക്കുക, 60 ഡിഗ്രിന് എടുക്കുക. അങ്ങനെ 60 ഡിഗ്രി നമുക്ക് എടുത്ത് കഴിയുമ്പോ, നോക്കൂ കുട്ടികളെ, 60 ഡിഗ്രി നമുക്ക് എടുത്ത് കഴിയുമ്പോ നമുക്ക് എന്ത് കിട്ടും, ഇതേമാതിരിയുള്ള ഒരു ഫിഗർ കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാ, ഈ 60 ഡിഗ്രി ഇങ്ങോട്ട് പോയി, ഈ 60 ഡിഗ്രി ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് വന്നു, 60 ഡിഗ്രി. അപ്പോ നോക്കിക്കോ നിങ്ങള്, ഇപ്പൊ നേരത്തെ നമുക്ക് 4 എണ്ണം ഇങ്ങനെ വന്നപ്പോ 4 എണ്ണത്തിന്റെ അറ്റം യോജിപ്പിച്ചപ്പോ നമുക്കൊരു സ്ക്വയർ കിട്ടി. അപ്പൊ ഇവിടെ 6 എണ്ണം കിട്ടിയപ്പോ 6 എണ്ണത്തിന്റെ സൈഡ് യോജിപ്പിച്ചാല് നമുക്ക് 6 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള, കറക്റ്റ് വരച്ച കൃത്യം കിട്ടും കേട്ടോ, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ കിട്ടും. നോക്ക്, നേരത്തെ നിങ്ങൾ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് എത്ര സൈഡുള്ള സംഭവമായി, 6 സൈഡുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. ഞാൻ 6 സൈഡുള്ള രൂപം എങ്ങനെ വരക്കുന്ന ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കോ. 6 എണ്ണം ഉള്ള ഒന്ന് വരക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എത്ര ഡിഗ്രിയാണ് എടുക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾക്കറിയാം. 360നെ എത്ര സൈഡാണോ വേണ്ടത്, 360 നമ്മളെ മനസ്സിലുണ്ടാവണം, അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 6 6 36, 6 6 36. അപ്പൊ നമുക്ക് 60, അതായത് 60 ഡിഗ്രി, 360 ഡിഗ്രിയാണ്, 60 ഡിഗ്രി വരച്ചു. അപ്പൊ അങ്ങനെ വരച്ചതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ നിശ്ചിത ഏതെങ്കിലും ഒരു അളവിൽ ഒരു 4 സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 5 സെന്റിമീറ്ററോ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, നമ്മളൊരു സർക്കിൾ വരക്കുക, ഇങ്ങനെ ചുറ്റിട്ട് വരക്കുക. അങ്ങനെ വരച്ച ഒരു സർക്കിളാണ് ഇത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. അപ്പൊ ഇനി ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, അതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ഈ കുത്തിയ സ്ഥലം സെന്റർ അല്ലേ, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇനി അതിനുശേഷം നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് എത്ര ഡിഗ്രി എടുക്കേണ്ടത്, 60 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് 60 ഡിഗ്രി ഇവിടെ കണ്ടുപിടിക്കുക. 60 ഡിഗ്രി, 10 50 30 60 കണ്ടില്ലേ, ഓരോരോ 110, ഇവിടെ 60 ഡിഗ്രി ഇവിടെ കട്ട്, ഇവിടെ കിട്ടി 60 ഡിഗ്രി. ഈ 60 ഡിഗ്രീനാ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഈ വരക്ക് പ്രൊട്രാക്ടർ വെക്കുക, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതില് 60 ഡിഗ്രീനെ കണ്ടുപിടിക്കുക. നോക്ക്, 40 50 60, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 60 കിട്ടി. ആ 60ന് എന്ത് ചെയ്യാ, സ്കെയിൽ വെച്ചിട്ടാണ് ഇതും കൂടെ ജോയിൻ ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. അതേമാതിരി ഇനി എന്ത് ചെയ്യാ, ഇവിടെ വെക്കുക, ഇവിടെ വെച്ചിട്ട് ഒരു 60 ഇവിടെ മാർക്ക് ചെയ്യുക, കറക്റ്റ് മാർക്ക് ചെയ്യണേ, എന്നിട്ട് അത് യോജിപ്പിക്കുക. അതേപോലെ ഇവിടെ വീണ്ടും സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒരു 60 ഇവിടെയും മാർക്ക് വരും, അതും തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പുറം സെറ്റ് സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കിട്ടും ഒരു 60, 60ന് നമുക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള ഒരു രൂപം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മള് സ്കെയില് വെച്ചിട്ട് ഈ പറഞ്ഞ സൈഡുകളെല്ലാം യോജിപ്പിക്കുന്നു, ഈ സൈഡുകളെല്ലാം യോജിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പം ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ കിട്ടി. ഇത് നോക്കിക്കോ, ഇങ്ങനെ ഇതെല്ലാം യോജിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ. അപ്പൊ ഈ രൂപം നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ, നമ്മൾ 5ാം ക്ലാസ്സില് ഇങ്ങനെയുള്ള രൂപം നമ്മൾ വേറൊരു രീതിയിൽ വരച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡിൽ ഓർമ്മയുണ്ടോ, 3 സർക്കിള് വരച്ചിട്ട് ഇങ്ങനെ വരച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒന്ന്, പിന്നെ ഇവിടെ കുത്തിയിട്ട് വേറൊന്ന് വരച്ചു, പിന്നെ ഇവിടെ കുത്തിയിട്ട്
വേറൊന്ന് വരച്ചു. ഓർക്കുന്നുണ്ടാ? ഇങ്ങനെ വരച്ചിട്ടാകുമ്പം ഇത് യോജിപ്പിച്ചു, പിന്നെ ഇത് ഇവിടെ യോജിപ്പിച്ചു, ഇവിടെ യോജിപ്പിച്ചു, ഇങ്ങനെ വരച്ച ഓർമ്മയുണ്ടാ? കഴിഞ്ഞ കൊല്ലം 5ാം ക്ലാസ്സിൽ 1ാമത്തെ പാഠത്തിൽ വരച്ചതാണിത്. അപ്പൊ ഇനി 3 സർക്കിൾ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സർക്കിൾ ഒറ്റ വട്ടം വരച്ചാൽ തന്നെ നമുക്ക് ഇതേമാതിരിയുള്ള രൂപം കിട്ടും. ഇത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ആദ്യം ഇതേമാതിരി വരക്കുക. ഇത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിലും വരക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരികയാണ്. ആ വഴി എന്താണെന്നറിയോ? ഈ ചിത്രം എളുപ്പത്തിൽ വരക്കാനുള്ള വഴി, നമുക്ക് എത്ര സൈഡ് നമ്മളോട് പറയല്ലോ? 6 എന്ന് പറയല്ലോ. അപ്പൊ 360 6 കൊണ്ട് ഡിവൈഡ് നിങ്ങൾ 60 ഡിഗ്രി കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? എളുപ്പത്തിൽ കിട്ടാനുള്ള വഴിയായി പറയുന്നത്. ഓക്കെ, ആദ്യം ഇത് പഠിക്കണേ. ഇത് പഠിച്ചതിന് ശേഷം എളുപ്പത്തിലുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും എല്ലാ ആംഗിളും നമുക്ക് എടുക്കണ്ട. നോക്കിക്കോളൂ. നമ്മൾ എന്ത് ചെയ്യുക? ഒരു 4 സെന്റിമീറ്ററിൽ കോമ്പസ് വെച്ചിട്ട് ഒരു വൃത്തം വരക്കുക. സെന്റർ ഇവിടെ കിട്ടി, ഇത് വരക്കുക. എന്നിട്ട് ഇവിടെ 60 ഡിഗ്രിയിലേ കിട്ടിനി. നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ഇവിടെ 60 ഡിഗ്രി എടുക്കുക. 60 ഡിഗ്രി ഇവിടെ എടുക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് എടുത്തു. പ്രൊട്രാക്ടർ വെച്ചിട്ട് എടുത്തതിന് ശേഷം അതും സ്കെയിലും തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. നോക്കൂ കുട്ടികളെ, ഇവിടെ ഈ നേരത്തെ വരച്ച ചിത്രത്തിന് ഒരു കാര്യം മനസ്സിലാക്കിയ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം തന്നെയല്ലേ ഇവിടുന്ന് ഇവിടത്തേക്ക് വരിക, ഇവിടുന്ന് ഇവിടത്തേക്ക് വരിക, ഇവിടത്തേക്ക് എല്ലാം ഒരേ ദൂരാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് സിമ്പിളായി കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഈ ദൂരം കോമ്പസിൽ എടുക്കുക. ഇവിടത്തേക്കുള്ള ദൂരം കോമ്പസിൽ പെൻസിൽ വെച്ചില്ലേ? പെൻസിൽ വെച്ചിട്ട് പിന്നെ കോമ്പസ് ഇവിടെ കുത്തുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് ഒന്നിങ്ങനെ വരക്കുക. ഓക്കെ, ഇവിടെ ഒരു വര കൊടുക്കുക. പിന്നെ കോമ്പസ് ഇവിടെ കുത്തുക. ഇവിടെ ഒരു വര വരക്കുക. ഓക്കെ, രണ്ടാമത്തെ വര. പിന്നെ ഇവിടെ കോമ്പസ് കുത്തുക. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒന്ന് വരക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒന്ന് വരക്കുക. ഓക്കെ, ഇങ്ങനെ വരക്കുക. അപ്പൊ നമുക്ക് എത്ര സ്ഥലം കിട്ടി? 1 2 3 4 5 6 സ്ഥലം കിട്ടി. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞു. നമ്മൾക്ക് ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയതില്ലേ, ഈ കിട്ടിയ സ്ഥലങ്ങൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പൊ ഇത് 60 ഡിഗ്രി ഉണ്ടാവും. ഇതിങ്ങനെ യോജിപ്പിക്കുക. അപ്പൊ ഇത് 60 ഡിഗ്രി ഉണ്ടാവും. ഐഡിയ മനസ്സിലായോ? 60 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ യോജിപ്പിക്കുക. അതും നിങ്ങൾക്ക് അതേ അളവ് കിട്ടും. ഇതും നിങ്ങൾക്ക് എത്ര കിട്ടും? അതേ അളവില് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ വരക്കാൻ പറ്റൂലേ? അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വരക്കുക. പിന്നെ ഈ രീതിയിൽ എല്ലാ സൈഡിലും സ്കെയിൽ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇതേമാതിരി വരക്കുക. അപ്പൊ എന്തായി? ഇതേമാതിരിയിലൊന്നും ഇവിടെ കിട്ടിയില്ലേ? ഓക്കെ, ആദ്യം ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം എളുപ്പ വഴി പറയുക. സ്കൂളിൽ നിങ്ങൾ സാറ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം സാറോട് പറയുക, ഇതിന് എളുപ്പ വഴിയായിട്ട് ഇങ്ങനെ കൂടി ചെയ്തുകൂടെ സാറിന് ചോദിക്കുക. അപ്പൊ സാറ് പറയും, അതെങ്ങനെയാണ്? ഓരോന്നും 60 ഡിഗ്രി എങ്ങനെയാണെന്ന് വരിക എന്ന്. അപ്പോൾ നിങ്ങൾ അറിയണം, വൃത്തത്തിൽ ആകെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം 360 വൃത്തത്തിന്റെ ആകെ വരിക. അതിന്റെ ഒരു കഷണാണ് ഇത് വരുന്നത്. അപ്പൊ 660 എത്ര വരുന്നത്? 660 360 ഡിഗ്രി വരുന്നത്. ഓക്കെ, അപ്പൊ 6 എണ്ണം ഒരേപോലെയുള്ളതായിരിക്കണല്ലോ. 6 എണ്ണം ഒരേപോലെ ആയിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ടോ അതന്നെ ഇവിടത്തേക്ക് വരും, അതന്നെ എല്ലാ സ്ഥലത്തേക്കും വരും. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ വേണമെങ്കിൽ എന്ത് എഴുതിയാൽ മതി? എല്ലാം 60 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ആദ്യം നോക്കുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ രണ്ടാമത് കണ്ടിട്ട് കാര്യങ്ങൾ കൃത്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ 6 സൈഡിൽ ഒന്ന് വരക്കാൻ നമ്മൾ ഈസി ആയിട്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? 5 സൈഡുള്ളത് എങ്ങനെ വരക്കുന്നതാണ്. 5 സൈഡുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ എത്ര ഡിഗ്രി എന്നറിയണം? 5 സൈഡിൽ വരക്കുമ്പോ എത്ര ഡിഗ്രിയിലാണ് വരക്കേണ്ടതെന്ന് അറിയണ്ടേ? എത്ര ഡിഗ്രിയിൽ വരക്കണം? അപ്പൊ എത്ര ഡിഗ്രിയിൽ വരക്കണം എന്ന് എങ്ങനെയാ കിട്ടുക? 5 സൈഡല്ലേ ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണേ. 5 സൈഡാണ്, 5 വശാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം 350ന്റെ കൂടെ 10 കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 350ഉം 10ഉം കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 35ല് 5 7 തവണ പോകുമല്ലോ. അപ്പൊ ഇത് 70 വരും. പിന്നെ 10ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 2. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 72 ഡിഗ്രി എന്ന് കിട്ടും. 360നെ 350ഉം 10ഉം കൂടിയിട്ട് എഴുതാം. 5 കൊണ്ടല്ലേ ഹരിക്കുന്നത്. അപ്പൊ നമുക്ക് 72 കിട്ടും. ഇനി ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ? നിങ്ങൾ പഠിച്ചത് മാതിരി 360നെ നിങ്ങൾ എന്ത് ചെയ്യാ? സാധാരണ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന മാതിരി ഡിവൈഡ് ചെയ്യുക. 7 5 35, ബാക്കി 1, 10ല് 2 5 10. ഈ തരത്തില് നിങ്ങൾ പഠിച്ചു വെക്കണേ. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച വേറൊരു രീതിയാണെങ്കിലും എളുപ്പ വഴിയും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ 72 ഡിഗ്രി കിട്ടി. 72 ഡിഗ്രി കിട്ടിയാൽ എങ്ങനെയാണ് 5 സൈഡ് വരക്കുക? സിമ്പിൾ. എങ്ങനെ വരക്കുക? ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു സർക്കിള്, ഒരു വട്ടം വരക്കുക, വൃത്തം വരക്കുക. അതിന് ഇത്ര അളവ് ഉണ്ടോ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അളവിൽ വരക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ എടുത്തിട്ട് റേഡിയസ് എടുത്തിട്ട് ഒരു വൃത്തം ഇങ്ങനെ വരക്കുക. 4 സെന്റിമീറ്ററിൽ സർക്കിൾ വരക്കുക. ആ സർക്കിൾ ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുമല്ലോ. ഇത് 4 സെന്റിമീറ്ററിൽ വരച്ചു. ഓക്കെ, എത്ര ഡിഗ്രിയാണ്? ഞാൻ ബാക്കിയുള്ള ചിത്രം വായിക്കട്ടെ. ബാക്കിയുള്ള ചിത്രം ഞാൻ വായിക്കുന്നേ. ഓക്കെ, നോക്ക്, എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രിയാണ്. അപ്പൊ 72 ഡിഗ്രി കിട്ടുമ്പോ എന്ത് ചെയ്യണം? ആദ്യം ഒരു വരച്ചില്ലേ? 4 സെന്റിമീറ്റർ വരച്ചു. അപ്പോ നമ്മളുടെ ഏതെടുക്കുക? നമ്മളുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ വെക്കുക. അറിയാലോ, സെന്ററിൽ വെക്കുക. 72 വേണ്ടത്. അപ്പൊ ഇതിലേക്ക് നോക്കിയാൽ 70നെ നോക്ക്. 70നെ കണ്ടില്ലേ? 50 60 70. അതിന്റെ ഇപ്പുറം 80 കണ്ടോ? അതിന്റെ ഇടത് ഭാഗത്ത് 80 കണ്ടു. നമുക്ക് എത്രയാ വേണ്ടത്? 72. അപ്പൊ എന്ത് ചെയ്യാ? 70 കഴിഞ്ഞിട്ട് 2 ചെറിയ വര. 70 കഴിഞ്ഞിട്ട് 2 ചെറിയ വര. അപ്പൊ എത്ര കിട്ടും? 72. ശ്രദ്ധിക്കണേ, നല്ല കൂർത്ത മൊനയായിരിക്കണം ഉണ്ടാവേണ്ടത് പെൻസിലിന്. അപ്പൊ 70 കഴിഞ്ഞിട്ടുള്ളത് എടുക്കണം. അതുകൊണ്ടാണ് 70 കഴിഞ്ഞ് 80നെ കണ്ടതിന് ശേഷം മാത്രമേ 72 എഴുതാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണേ, 70ഉം 80ന്റെയും ഇടയിലാണ് 72. ശ്രദ്ധിക്കണം, 70ന്റെ ഇടത്ത് ഭാഗത്തല്ല കേട്ടോ. 70നെ കണ്ടിട്ട് മാത്രം എഴുതിയേക്കല്ലേ. 70ഉം 80നും ഇടക്കന്നെ എടുക്കണം. 72ന് കുട്ടികൾ തെറ്റിക്കും. കുട്ടികൾ 60നും 70നും ഇടക്കില്ല, 70ന്റെ താഴത്തെ ഭാഗം എടുക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ 50 60 70, ആ 70ന്റെ എടുക്ക 72. അപ്പൊ 70ന്റെ കുറച്ച് കണ്ടില്ലേ, കുറച്ച് ഇടത് ഭാഗത്ത് എന്ത് ചെയ്യുക? ആ 72ന്റെ ഒക്കെ കുത്തിടുക. കുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ സ്കെയില് വെക്കുന്നു, നമ്മൾ ഇത് വരക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് എത്രയായി? 72 ഡിഗ്രി ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എല്ലാം വരക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കുന്നു. പ്രൊട്രാക്ടർ ഇവിടെ വെക്കുന്നു. ഇതിൽ കണ്ടുപിടിക്കുന്നു 72ന. തെറ്റിക്കല്ലേ? ആ 70ന്റെ ഇപ്പുറത്തെ ഭാഗത്തില്ല 72ന നമ്മൾ വീണ്ടും കാണുന്നു. അപ്പൊ 72നെ കണ്ടു. അവിടെ നിങ്ങൾ വീണ്ടും കുത്തിട്ട് കൊടുത്തു. ഓക്കെ, കുത്തിട്ട് കൊടുത്തു. അപ്പൊ ആ കുത്തും ഇതും തമ്മിൽ യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യാ? വീണ്ടും അടുത്ത 72നെ കാണുക. അപ്പൊ വീണ്ടും സെറ്റ് പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. അപ്പൊ തെറ്റിക്കല്ലേ? 72ന്റെ ഇവിടത്തെ ഭാഗത്ത് അതും കൊടുത്തു. അങ്ങനെ ഈ അടുത്ത 72നെ കണ്ടുപിടിക്കുക ഈ വര വരച്ചതിന് ശേഷം. അപ്പൊ 72ന്റെ ഇവിടെ അങ്ങ് കൊടുത്തു. അപ്പൊ നോക്കൂ കുട്ടികളെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ, തെറ്റുന്ന സാധ്യത ഉണ്ടെങ്കിൽ അപ്പൊ ഇത് ഓരോന്നും 72 ആയിരിക്കും. ഓരോന്നും 72 ആയിരിക്കും. അപ്പൊ ഇനി 5 സൈഡ് ഉള്ളതാണ് നമുക്ക് വരക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ റേഡിയസിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ചാൽ മതി. അറ്റങ്ങള് യോജിപ്പിച്ചാല് മതി. അപ്പൊ നമുക്ക് എന്തായി? 5 സൈഡുള്ള ഒരു രൂപ ഇപ്പൊ നമുക്ക് കിട്ടി.
ഐഡിയ മനസ്സിലായോ? 5 സൈഡിൽ രൂപം കിട്ടി. ഇനി എളുപ്പ വഴിയിലാണ് ചെയ്യുന്നതെങ്കിലോ, എളുപ്പ വഴിയിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് എളുപ്പ വഴി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്? ആദ്യം സർക്കിൾ വരച്ചു, വട്ടം വരച്ചു. ശ്രദ്ധിക്കണേ, ഇത് എളുപ്പ വഴിയാണ്. ഇവിടെ വരച്ചു, 4 സെന്റിമീറ്ററിൽ വരച്ചു. ഓക്കെ, 4 സെന്റിമീറ്ററിൽ വരച്ചു, അല്ലെങ്കിൽ 5ഓ 4ഓ എത്രയും വരച്ചു. വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിന് 72 കണ്ടു. എളുപ്പ വഴിയാ പറയുന്നത്, എളുപ്പ വഴിയാണ് പറയുന്നത്. 72, 70നും കഴിഞ്ഞിട്ട് 70നും 80നും ഇടയിലുള്ള ഭാഗത്ത് നമ്മൾ എത്ര കൊടുത്തു നോക്ക്. 70നും ഇതിനും ഇടയിലുള്ള ഭാഗത്ത് 72 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. 72. ആ 72നെ സ്കെയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോ തൽക്കാലം ഈ പ്രൊട്രാക്ടർ വെക്കുന്നതിലോട്ടോ. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചു കൃത്യമായിട്ട്. അപ്പൊ ഇത് എത്ര ഡിഗ്രി? 72 ഡിഗ്രി. അപ്പൊ ഇതേമാതിരിയുള്ള 5 72 ഉണ്ടാവും. ഒരു 72 ഇവിടെ പറഞ്ഞത്. ഇതേമാതിരി 5 72 ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താ ഉപയോഗിക്കേണ്ടത്? നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ശ്രദ്ധിക്കണേ, തെറ്റിക്കരുത്. കോമ്പസ് എടുത്ത് ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഈ അറ്റത്ത് കുത്തിയിട്ട് ഈ അറ്റത്തേക്ക് എടുക്കുക. ഏതറ്റത്തേക്ക്? ഈ അറ്റത്തേക്ക് എടുക്കുക. പെൻസിൽ ഓക്കെ, ഇങ്ങനെ ദൂരം എടുത്തു, പെൻസിൽ എടുത്തു. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് അത് ഇവിടെ വരക്കുക. ഓക്കെ, ഇവിടെ വരക്കുക. പിന്നെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? അത് ഇവിടെ വരക്കുക. ഇങ്ങനെ വരക്കുക. രണ്ടാമത്തതും കിട്ടി. പിന്നെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും വരക്കുക. അപ്പൊ നമുക്ക് മൂന്നാമത്തെ കിട്ടി. എല്ലാം കിട്ടി. എല്ലാ കഷ്ണമായി. നോക്കിക്കോ, എല്ലാ കഷ്ണമായി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ കണ്ടുപിടിച്ച സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുക. ഏത് വെച്ചിട്ട്? സ്കെയിൽ വെച്ചിട്ട്. ശരിക്കും പഠിക്കണേ കൃത്യമായിട്ട്. ഞാൻ രണ്ടോട്ടെന്ന ഒരു പ്രോബ്ലം 2 തവണ ഞാൻ പറയുന്നുണ്ട്. ദാ ഇത് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്തു. ഇനി ഈ സെന്ററുമായിട്ട് എല്ലാ നേരത്തെ കഷ്ണങ്ങൾ ഇവിടെ പോയിന്റ് ഇട്ട് വെച്ചിട്ടേ ആ പോയിന്റ് ഇട്ടതെല്ലാം യോജിപ്പിച്ചു. എത്ര എളുപ്പാന്ന് നോക്കിയാൽ പോയിന്റ് ഇട്ടതെല്ലാം നമ്മൾ യോജിപ്പിച്ചു. നോക്ക്, അപ്പോ എത്ര കിട്ടി? 1 2 3 4 5. ഓക്കെ, കറക്റ്റ് ആയിട്ട് കിട്ടുവേ. ഓക്കെ, 5 കഷ്ണങ്ങൾ നമുക്ക് കിട്ടി. ഇത് ഞാൻ റഫായിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ചുകൊണ്ടാണ് ഒരേപോലെ തോന്നാത്തത് കേട്ടോ. ഓക്കെ, ഇപ്പം 72 ഡിഗ്രി ആയി. ഇനി എന്താണ്? നമ്മൾക്ക് അതിന്റെ സൈഡിലുള്ള ഒരു സാധനം വരക്കണമെങ്കിൽ സൈഡിലുള്ള പഞ്ചഭുജം എന്നാണ് പറയുക. പെന്റഗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ കേട്ടോ. 5 സൈഡുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? ഈ 5 സൈഡുള്ളത് നമ്മള് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് എന്ത് കിട്ടും? നല്ല ഒരു ഫിഗർ നമുക്ക് ഇവിടെ കിട്ടും. ഇതേമാതിരിയുള്ള നല്ലൊരു രൂപം നമുക്കിവിടെ കിട്ടും. ഓക്കെ, നോക്കിയാൽ ഇതേമാതിരിയുള്ള ഒന്ന് കൃത്യമായിട്ട് കിട്ടും. ഞാൻ വൃത്തം വരച്ചത് ഇങ്ങനെ വെറും കൈകൊണ്ടാണ്, ഇങ്ങനെ വരച്ചതാണ്. അതുകൊണ്ടാണ് എൻ്റെ ചിത്രം കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെ തോന്നുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ 5 സൈഡുള്ളതായി, 6 സൈഡുള്ളതായി, 7 സൈഡുള്ളത് കൃത്യം വരില്ല. 8 സൈഡുള്ളതും വരക്കാം. 8 സൈഡുള്ളത് വരക്കണമെങ്കിൽ 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു അളവ് കിട്ടും. 45 ഡിഗ്രി കിട്ടും. ഓക്കെ, 45 കിട്ടിക്കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ മാതിരി 72 എടുക്കുന്നതിന് പകരം 45 എടുത്തിട്ട് നമ്മൾ വരയ്ക്കുക. ഒറ്റൊന്ന് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ കോമ്പസിൽ എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാം കൂടെ വരയ്ക്കാൻ പറ്റും. ഇഷ്ടായല്ലോ? ഓക്കെ, ഓരോ രൂപങ്ങൾ വരയ്ക്കുന്നതായല്ലോ. ശ്രദ്ധിക്കണേ. നമുക്കറിയാം 5 സൈഡിൽ എന്താ പറയാ? ഇംഗ്ലീഷിൽ പറയാ പെന്റഗൺ. മലയാളത്തിൽ പറയാ പഞ്ചഭുജം. 6 എണ്ണത്തിന് 6 സൈഡല്ലേ ഇത്. ഇതിന് പറയാ ഇംഗ്ലീഷിൽ പറയാ ഹെക്സഗൺ. മലയാളത്തിൽ പറയാ സമഷഡ്ഭുജം. 6 വശങ്ങൾ. സമഷഡ്ഭുജം എന്നാണ് 6 വശത്തിന് പറയാ. ഓക്കെ, 7 എണ്ണം വരക്കാൻ പറയില്ല. കാരണം 360നെ 7 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിത്രം വരക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതേപോലുള്ള ചിത്രം വരക്കാൻ പറ്റുമല്ലോ. ഇതേപോലെയുള്ള ചിത്രം വരക്കാൻ പറ്റിയാല് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാൻ പറ്റും. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ വരച്ച ചിത്രമാണ്. 3 സർക്കിൾ വരച്ചിട്ട് വരച്ച ചിത്രമാണ്. നമ്മൾക്കിവിടെ ഒറ്റ വൃത്തം മാത്രം വരച്ചിട്ട് ഇത് വരക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഈ വൃത്തം വരക്കുക. 4 സെന്റിമീറ്ററിൽ ഇങ്ങനെ ഒന്ന് വരക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ നമ്മൾ ആദ്യം വരക്കുക.
ഇതേപോലെ നമുക്ക് എങ്ങനെയാ വരക്കാൻ പറ്റുക? ശ്രദ്ധിക്കുക, 4 സെന്റിമീറ്റർ വരക്കുക. എത്ര സൈഡ് ഉണ്ട് എന്ന് നോക്കിയാൽ 1 2 3 4 5 6 സൈഡ് ഉണ്ട്. 6 സൈഡ് ഉണ്ടായതുകൊണ്ട് 360 ഈ ചിത്രം വരക്കേണ്ട കാര്യമാണ് പറയുന്നത്. 360 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 60 ഡിഗ്രി, 360 ഡിഗ്രിയെ 60 ഡിഗ്രി കിട്ടും. ആ 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലുള്ള ചിത്രം വരയ്ക്കാൻ പറ്റും. ആദ്യം ഒന്ന് വരച്ചു, പിന്നെ 60 ഡിഗ്രി എടുത്തു. പിന്നീട് നമ്മൾ ഇവിടത്തേക്ക് ദൂരം കോമ്പസിൽ എടുത്തിട്ട് ഓരോ ഭാഗത്തും കട്ട് ചെയ്താൽ, നേരത്തെ പറഞ്ഞ മാതിരി കട്ട് ചെയ്താൽ നമുക്ക് ഇതേമാതിരിയുള്ള ഒരു ചിത്രം കിട്ടും. നോക്കൂ കുട്ടികൾ, ഇവിടെ ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ കിട്ടാൻ എന്താ വഴി? അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വരയുടെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഈ ലൈനിന്റെ ഒന്നും ആവശ്യം, ഈ ചിത്രം വരക്കാൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആശിൽ മാറ്റിയാലും മതി. നിങ്ങൾ ചെയ്യുന്നത് കോമ്പസ്, ശ്രദ്ധിക്കണേ, ഇതേമാതിരി ചിത്രം കിട്ടാനാണ് പറയുന്നത്. ഇവിടെ കോമ്പസ് കുത്തുക, ഇവിടത്തേക്കുള്ള ദൂരം എടുക്കുക. കോമ്പസിൽ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ കുത്തിയിട്ട് ശ്രദ്ധിക്കണ്ട, ഇവിടെ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തിട്ട് ഈ കോമ്പസ് ഇങ്ങനെ തന്നെ വരക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ വരച്ചുതരാം. ഇങ്ങനെ ഇതിലെ കുത്തി ഇങ്ങനെ വരച്ചാൽ ഇതാ ഇതിലേക്കൂടെ നമ്മുടെ കോമ്പസ് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പൊ ഇവിടെ കുത്തിയിട്ട് ഇപ്പം വരച്ചു. ഇനി ചെയ്യുന്നത് നമ്മൾ ഇവിടെ കുത്തിയിട്ടും ഇവിടത്തേക്കുള്ള അതേ ദൂരത്തില് ഇങ്ങനെ വരക്കുക. അങ്ങനെ വരക്കുമ്പോൾ കുട്ടികളെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു രൂപം ഇവിടെ കിട്ടും. ഇവിടെ കുത്തി വരച്ചാല്, ഇങ്ങനെ വരച്ചാൽ സെന്ററിലേക്കുള്ള ദൂരം എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇവിടെ കുത്തി ഇനി ഇവിടെ കുത്തുക. ഇവിടെ കുത്തുമ്പോ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ കുത്തിയിട്ട് വരക്കുമ്പോ ഇതാ ഇങ്ങനെ വരക്കുമ്പോ നമ്മൾക്ക് എന്ത് കിട്ടും? ഇവിടെ കുത്തിയിട്ട് വരക്കുമ്പോ, കോമ്പസിലെടുത്ത് വരക്കുമ്പോ ഇതാ ഇങ്ങനെയുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. ഇനി ഇവിടെ കുത്തിയിട്ട് ഇവിടെ കുത്തി നമ്മൾ വരച്ചു. ഇനി ഇവിടെ കുത്തി വരക്കുക. ഇവിടെ കുത്തിയിട്ട് കോമ്പസ് ഇവിടത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തുനിന്നും ഇതേമാതിരി എന്ത് ചെയ്യാം? ഇങ്ങനെ വരക്കുക. ഇനി ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയതിനു ശേഷം ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഇതേമാതിരി വരക്കുക. ഇവിടെ കുത്തിയിട്ട് വരക്കുമ്പോൾ അത് ഇതാ ഇതേമാതിരിയുള്ള രൂപത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇനി എവിടെ കുത്തുക? ഇനി ഇതാ ഇവിടെ കുത്തിയിട്ട് വരക്കുക. ഇവിടെ കുത്തിയിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ വരക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയുള്ള ഒരു വര കിട്ടുന്നു. ആ വരയില് നടുവിലുള്ള വര നമുക്ക് ആവശ്യമില്ല. ഈ നടുക്കത്തെ വര നമുക്ക് ആവശ്യമില്ലല്ലോ, ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതങ്ങ് മായ്ച്ച് കളഞ്ഞാല് എന്തായി? നമ്മള് വരക്കുന്ന ചിത്രം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഇതാ അതേമാതിരി ചിത്രം കിട്ടി. അപ്പൊ എന്താണ് ഈ ചിത്രം വരക്കാനുള്ള പ്രത്യേകത? നമ്മൾ ഈ ചിത്രം വരച്ചതുപോലെ 5-6 സൈഡുള്ളത് വരച്ചതുപോലെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓരോരോ എൻഡിലും കുത്തിയിട്ട് ഒരാർക്ക്, ഒരു ചാപം ഇങ്ങനെ വരക്കുന്നു. നോക്കിയാൽ ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരക്കുന്നതാണിത്. ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരക്കുന്നതാണിത്. ഇവിടെ കുത്തിയിട്ട് സെന്ററിലേക്കുള്ള ദൂരം എടുത്തിട്ടാണ് നമ്മൾ ഓരോരോ കോർണറിൽ നിന്നും വരക്കേണ്ടത്. അപ്പൊ ഈ ചിത്രം നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ഈ ചിത്രം കിട്ടാനോ വലിയ പണിയുണ്ടോ? ഈസിയാണ്, ഇതിനേക്കാൾ ഈസിയാണ് ഇത്. എന്ത് ചെയ്തു? നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? 6 സൈഡുള്ള ഒന്നിനെ വരക്കുക. അപ്പൊ ഈ ചിത്രം ഞാൻ മായ്ക്കുന്ന 6 സൈഡിൽ വരക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സർക്കിൾ വരച്ചിട്ട് 6 സൈഡുള്ളത് നമ്മൾ വരക്കുക. ഇത് സെന്റർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ആദ്യം വരച്ചു വെച്ചു. എത്ര ഡിഗ്രി എടുത്തിട്ട് 60 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതേമാതിരിയുള്ള ഒന്ന് വരച്ചു. ഓർമ്മയുണ്ടല്ലോ, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രി എടുത്തു, ഒന്ന് വരച്ചു. ഈ ദൂരം കോമ്പസിലെടുത്ത് എല്ലാ സ്ഥലത്തും അതേമാതിരി കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തതെല്ലാം സ്കെയില് വെച്ചിട്ട് യോജിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഇങ്ങനെ വരക്കാൻ വലിയ പണിയുണ്ടോ? നോക്കിയാൽ വരയേ ഉള്ളൂ. ഇവിടുന്ന് ഇവിടത്തേക്കല്ല, ഇവിടുന്ന് ഇത് വിട്ടിട്ട് അടുത്തേക്ക് നോക്ക്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം 60 ഡിഗ്രിയുടെ ആവശ്യം നമുക്ക് ഇല്ല. ഈ ചിത്രമല്ലേ വരക്കേണ്ടത്. അപ്പൊ ഇതും യോജിപ്പിക്കുക. മനസ്സിലായില്ലേ? ഇതല്ല, ഇതും. ഇനിയോ ഇതുമല്ല, ഇതും യോജിപ്പിക്കുക. അതുമാതിരി ഇതും യോജിപ്പിക്കുക. അപ്പൊ എന്തായി? ഈ വരയായി. ഇനി ഇപ്പുറത്തെ വേണം. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് യോജിപ്പിക്കുക,
ഇവിടുന്ന് ഇവിടത്തേക്ക് യോജിപ്പിക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് യോജിപ്പിക്കുക. അപ്പൊ ഒരു സ്റ്റാറിന്റെ മോഡലുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ചിത്രങ്ങളുടെയും ബേസ് ഏതാണ്? 6 സൈഡുള്ള ഒരു രൂപം ആദ്യം വരക്കലാണ്. അത് കൃത്യമായി വരച്ച് പഠിക്കുക. ഓക്കെ, പേജ് നമ്പർ 17 1 2 3 4 5 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നീല കളർ കൊടുത്തിട്ടുള്ള ഈ ഭാഗം, ഇത് വെള്ള ഭാഗം, ഇത് നീല കളറ് വെള്ള ഭാഗം, നീല കളറ് വെള്ള, അങ്ങനെ നീലയും വെള്ളയും ആയിട്ട് ബന്ധപ്പെട്ട് 2 പാർട്ടുകളെ എല്ലാം തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചു, ഈ മേലത്തെ സർക്കിൾ അല്ല കേട്ടോ, മേലത്തെ സർക്കിൾ വെറുതെ അവിടെ ഇല്ല. അപ്പൊ ഇതാണ് ചോദ്യം. ഇതില് ഈ 20 ഡിഗ്രിയാണ് ഈ വെള്ള ഭാഗം, അത് സർക്കിളിന്റെ എത്ര ഭാഗം എന്നാണ് ചോദിച്ചില്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടി ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, ഇത് ഒരു സർക്കിള്. ഈ സർക്കിളിന് ഇത് ഇവിടെയുള്ളത് 90 ഡിഗ്രി. അപ്പൊ ഈ 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഭാഗം ഈ സർക്കിളിന്റെ എത്ര പാർട്ടാന്ന് എങ്ങനെ അറിയല് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എത്രയുണ്ട്? 1/4 ആയിരിക്കും. 4th ആയിരിക്കും അല്ലെ? 4ൽ ഒരു ഭാഗമല്ലേ ഇപ്പൊ ഈ ഭാഗം ഉണ്ടാവുക. അപ്പൊ അത് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാല് സിമ്പിൾ ആണ്. ഈ ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 90 ഡിഗ്രിയെ ഹോൾ എത്ര ഡിഗ്രിയാണ്? ഹോൾ സർക്കിള് മുഴുവൻ വൃത്തവും എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്ന് എഴുതിയാല് എന്തായി? അതിന്റെ ആൻസർ ആയി 1/4 ആയി. അത് എങ്ങനെ കിട്ടും നോക്കിക്കോ. 90 ബൈ 360 ആണ് വരല്. 0 0 നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിയുടെ 9 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ 9നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 36നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1/4 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അതായത് 90 ഡിഗ്രി ആവുമ്പം 4ൽ ഒരു ഭാഗമാണ് ഇത് വരിക. ഈ ഒരു ഐഡിയ വെച്ചിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് വരിക. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന 20 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്ര പാർട്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? 20 ഡിഗ്രിയെ എന്ത് ചെയ്താൽ മതി? ഹോൾ സർക്കിൾ എത്രയാണ്? ഇത് 360 ഫുള്ള്. അതിൽ 20 ഡിഗ്രിയാ ഇതില്. 360ൽ 20 മനസ്സിലായ? 20 ഔട്ട് ഓഫ് 360. അപ്പൊ 20 ബൈ 360. അപ്പൊ നമുക്ക് എന്ത് കിട്ടുക? 0 0 നമുക്ക് കട്ട് ചെയ്യാം. നോക്കൂ കുട്ടികളെ, 2നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 36നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 36ന്റെ പകുതി, അത് എത്ര കിട്ടുക? 1/18 കിട്ടും. ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്, ഇത് 1/18 ആണെങ്കിൽ ഇത് ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് 1/18 ആണെങ്കിൽ ഇത് ബാക്കിയുള്ളത് എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 തരത്തിൽ നമുക്കത് ചെയ്യാം. ഒന്ന്, ഇത് 20 കഴിച്ചാൽ പിന്നെ ബാക്കി ഇത് എത്ര ഉണ്ടാവുക? 340 ഉണ്ടാവും. അപ്പൊ അത് ഒരു തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് 340നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് നീല കളർ അടിച്ചത് 340 ഡിഗ്രി ഉണ്ടാവുമല്ലോ, ബൈ 360. അപ്പൊ 34ഉം 36ഉം നമുക്ക് ചുരുക്കാം. 34 ബൈ 36. ഇതിനെ 34 നമുക്ക് എത്ര കൊണ്ട് ചുരുക്കാം? 2 കൊണ്ട് വരിക. ഇതിനെയും 2 കൊണ്ട്. 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 17 ഡിവൈഡഡ് ബൈ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. അപ്പൊ നമുക്ക് ആൻസർ 17/18 കിട്ടും. ഈ ഭാഗം 17/18. ഇത് 1/18. ഇനി ഇങ്ങനെ 1/18 കിട്ടിയിട്ട് ഈ 340 എഴുതാതെ തന്നെ നമുക്ക് ഈ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കാം. 18ൽ ഒരു ഭാഗമാണ് ഇത് എങ്കിൽ മറ്റേത് എത്ര ഭാഗമായിരിക്കും? അതായത് 1ൽ നിന്ന് 1/18 കുറച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? 17/18 കിട്ടും. അതെങ്ങനെ കിട്ടി? അതായത് ആകെ എത്ര പാർട്ട് ഉണ്ടാവും? 18ൽ ഒരു പാർട്ടല്ലേ ഇത്. 18ൽ ഒരു പാർട്ടും കഴിച്ചാല് ആ 18ൽ എത്ര ബാക്കിയുണ്ട്? 17 പാർട്ട് ബാക്കിയുണ്ട്. അപ്പൊ നീലയുടെ എത്ര വരിക? 18/17 ആണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ ഈ തരത്തിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഇത് മനസ്സിലായിട്ട് ഞാൻ ഒരു എക്സാമ്പിളോടെ പറയാം. ഇപ്പൊ 1/7 ഭാഗമാണ് ഇത് എന്ന് വിചാരിക്കുക.
ഇത് 1/7 ആണെങ്കിൽ 1/7 ആണെങ്കിൽ ഇത് എത്ര വരും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 7ൽ 1 ആണ് ഇത് വരിക. ബാക്കിയപ്പോ എത്രയായിരിക്കും? 7ൽ ബാക്കി എത്ര ഉണ്ടാവും? 6 ആണ് ബാലൻസ് ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ ഭാഗം എത്രയായിരിക്കും? 6/7 ആയിരിക്കും. ഈ ഐഡിയ ആണ് അവിടെ ഞാൻ ഉപയോഗിച്ചത്. ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. രണ്ടാമത്തെ ആൻസർ നോക്ക്. 24 ഡിഗ്രിയാണ്. എത്ര പാർട്ട് എന്നാണ് ചോദ്യം. അപ്പൊ 24നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഇതിനെ ചെയ്താല് 180 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചുരുക്കി നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. പിന്നെ നമുക്ക് 90 കിട്ടും. 6ഉം 90. പിന്നെയും നമുക്ക് ചുരുക്കാം. അപ്പൊ നമുക്ക് 3 കിട്ടും. പിന്നെ നമുക്ക് കിട്ടും 45 കിട്ടും. 3 45. ഒന്നിക്കലും നിങ്ങൾ 3/45 വരെ നിർത്തുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 45ൽ എത്ര 3 ഉണ്ടാവും? 15 3 ഉണ്ടാവും. നമുക്ക് 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 45ൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 1 3 3 1 15ല് 5 3 15. അപ്പൊ നമുക്ക് ഉത്തരം 15. അപ്പൊ ഇത് വരലാല് അതായത് ഇതിനെയും 3 കൊണ്ട് ഹരിക്കുക, ഇതിനെയും 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ഉത്തരം 1/15 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, 1/15 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട്. ഓക്കെ, ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഇത് 1/15 ആണെങ്കിൽ ഇതെത്ര വരും? അതും ചെയ്താൽ മതി. ബാക്കി എത്രയുണ്ട്? 15ൽ ഒരു ഭാഗമല്ലേ ഇത്. അപ്പൊ മറ്റേ ഭാഗം എത്രയുണ്ടാവും? 15ല് 14 ഭാഗം ഉണ്ടാവും. ഏത്? ബ്ലൂ ഭാഗം. ബ്ലൂ വരുന്നത് 15ല് 14 ഭാഗം ഉണ്ടാവും. എന്റെ ബ്ലൂ ആണ് ഇത്. ഓക്കെ, ഈ വലിയ ഭാഗത്തിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി. ഇനി ഇവിടുത്തെ കാര്യം വരുമ്പോഴോ? ഇവിടുത്തെ കാര്യം വരുമ്പോൾ നമുക്ക് അതേമാതിരി കണ്ടുപിടിക്കാം. 54 എത്ര എഴുതിയാൽ മതി? 54 ഡിവൈഡഡ് ബൈ 360. 2 ഇരട്ട സംഖ്യയല്ലേ? അപ്പൊ നമുക്ക് എത്ര കൊണ്ട് ചുരുക്കാം? നമുക്ക് 27 കൊണ്ട് 2 കൊണ്ട് ചുരുക്കാം. അപ്പൊ നമുക്ക് 27 കിട്ടും. ഇതെത്ര കിട്ടും? 360ന്റെ പകുതി 180. 27നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 27ൽ എത്ര? 3 9 ബൈ നമുക്ക് എത്ര? 180ൽ 3 60. ഇനി നമുക്ക് 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 60നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 3/60ൽ 3 എത്ര? 20 കിട്ടും. അപ്പൊ എന്തിന്റെ കിട്ടി? ഇത് 20ൽ 3 ആണ് എങ്കിൽ മറ്റേ ഭാഗം എത്ര എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20ൽ 3 കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 17 ഭാഗം ഉണ്ടാവും 20ല്. അപ്പൊ ഈ ഭാഗം എത്ര വരും? 17/20 ഈ ഭാഗം വരും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ ഭാഗം ഇത് ചെയ്യുമ്പോഴോ 80നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 0 പോയി. അപ്പൊ 8നെ 36 ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? നമുക്ക് 2 കിട്ടും. ബൈ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഈ ഭാഗം കിട്ടിയത് എത്ര? 2 വൈറ്റിന്റെ ഭാഗം നമുക്ക് കിട്ടിയത് വെള്ള ഭാഗം നമുക്ക് കിട്ടിയത് എത്രയാണ്? 9ല് 2. അപ്പൊ ബ്ലൂ എത്ര വരും? 9ൽ എത്ര ഭാഗം വരും? 7 ഭാഗം. 9ൽ 2 വൈറ്റ് ആണെങ്കിൽ 9ൽ 7 ബ്ലൂ വരും. ഓക്കെ, ഈ ചുരുക്കലായിരിക്കും കുട്ടികൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, ഇനി 108 ഇവിടെ ഉള്ളത്. 108 വരുമ്പോ എങ്ങനെ വരും നോക്കാം. 108/360 നമുക്ക് 2 കൊണ്ട് ചുരുക്കാം. അപ്പൊ എത്ര കിട്ടും? 54/180. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചുരുക്കാം. 54ന്റെ പകുതി 27/90. ഇനി നമുക്ക് 3 കൊണ്ട് ചുരുക്കാം. 3 കൊണ്ട് ചുരുക്കുമ്പോൾ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 90നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 27നെ 3 കൊണ്ട് വെച്ചാൽ 9/90നെ 3 കൊണ്ട് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ, അപ്പൊ 9/30 കിട്ടി. ഇനി 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 3 കിട്ടും. 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. അപ്പൊ നമുക്ക്
വൈറ്റ് വെള്ള നമുക്ക് കിട്ടിയത് 3/10. അപ്പൊ ബ്ലൂ നമുക്ക് എത്ര കിട്ടും? 10-ൽ 3 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? 10-ൽ 7 ഭാഗം ബാക്കിയുണ്ട് ബ്ലൂ. ഓക്കെ, ലാസ്റ്റ് 150 ആണ്. ഇനി നോക്കുക, മാത്സ് പ്രയാസമുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്യാം. ഒരു വൈറ്റ് എന്ന് എഴുതുക, ഇവിടെ വെള്ള എന്ന് എഴുതുക, വൈറ്റ്. ഇനി മാത്സ് വിഷമുള്ളവർക്ക് ഇങ്ങനെ പറയാം, വൈറ്റ് വെള്ള. അപ്പൊ അത് എത്ര വരും? 150/360. ഓക്കെ, അങ്ങനെ ചുരുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ട് വിചാരിച്ചോ എങ്കില് ഇനി നീലയല്ലേ വേണ്ടത്? നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ. ആ ബ്ലൂവിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360-ൽ നിന്ന് 150 കുറക്കുക. സൈഡില് 360-ൽ നിന്ന് 150 കുറക്കുക. അപ്പൊ നമുക്ക് 210 കിട്ടും. അപ്പൊ ഇതിന്റെ ഉത്തരം 360-ൽ 210. അതായത് എത്ര ഇവിടെ തന്നിട്ടുണ്ടോ അത് ബൈ 360 എഴുതുക. 360-ൽ നിന്ന് ഇത് കുറച്ചത് മറ്റേത് എഴുതുക. അപ്പൊ രണ്ടും ഉത്തരം ശരിയായി. ഇനി ചുരുക്കി എഴുതാൻ കഴിയുന്ന കുട്ടികൾ ചുരുക്കിയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി 2 കൊണ്ട് 3 കൊണ്ടും ഒക്കെ ചുരുക്കിയിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികൾ അങ്ങനെ എഴുതുക. അപ്പൊ ഈ രീതിയിലാണ് എഴുതുന്നതെങ്കിൽ ഈ പ്രോബ്ലത്തിന് എത്ര വരും? ഇതെത്ര വരിക? 80/360. നോക്കിക്കോളൂ, 80/360. ഏത് കളറ്? വൈറ്റ് വെള്ളയാണ്. അപ്പൊ മറ്റേത് എത്ര വരും? 360-ൽ 80 കഴിച്ചാൽ ബാക്കി എത്ര വരും? 280 വരൂല്ലേ? അപ്പൊ ബ്ലൂ എത്ര വരും? ബ്ലൂ നീല എത്ര വരും? 280/360. ആ 280 എങ്ങനെ കിട്ടിയത് ശ്രദ്ധിക്കണം. 360-ൽ നിന്ന് 80 കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? 280 കിട്ടും. ഈ തരത്തിലെങ്കിലും പ്രയാസമുള്ള കുട്ടികൾ എഴുതി വെക്കുക. ഈ ചുരുക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇത് ബൈ 360 ഒരു ഭാഗം എഴുതുക. 360 ഇത് കുറച്ചത് ബൈ ഇത് എഴുതുക. അത് എളുപ്പമുണ്ട് എഴുതാൻ. ഇത് 20 അല്ലേ? 20 കഴിച്ചാൽ ബാക്കി ഇത് എത്ര ഉണ്ടാവും? 340 ഡിഗ്രി ഉണ്ടാവൂലേ? അപ്പൊ ഇതെത്ര ഭാഗം? 20/360 ഭാഗം. ഇതെത്ര ഭാഗം? 340/360 ഭാഗം. അപ്പൊ എളുപ്പല്ലേ? ഇത് 24 കഴിച്ചിട്ട് 360 കുറക്ക്. 360 24 കുറച്ചാൽ നമുക്ക് 336 കിട്ടും. അപ്പൊ ഇതെത്ര ഭാഗം? 24/360. ഇതെത്ര ഭാഗം? 336/360. ഈ രീതിയിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഒന്ന് വെള്ള ഒന്ന് നീല. ഓക്കെ, ഇത് എഴുതുക. 360 കുറച്ചിട്ട് മറ്റേത് എഴുതുക. രണ്ടിന്റെയും ഡിനോമിനേറ്ററിൽ 360 കൊടുക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞത് മാത്തമാറ്റിക്സ് കുറച്ച് പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴിയാണ് ഇപ്പൊ പറയുന്നത്. ടെക്സ്റ്റിലത്തെ ചോദ്യത്തിൽ മഞ്ഞയും പച്ചയും നിറയാണ്, യെല്ലോ കളറും ഗ്രീൻ കളറുമാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിന് പകരം വൈറ്റും ബ്ലൂവും കൊടുക്കുകയാണ്. 20 ഡിഗ്രി തരും. ഇത് സർക്കിളിന്റെ വൃത്തത്തിന്റെ എത്ര ഭാഗം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ആദ്യം എഴുതുന്നു. എൻ്റെ ഈ പ്രോബ്ലത്തിൽ ഇതിനെ വെള്ള, ഇതിനെ നീല, ഇത് വൈറ്റ് ബ്ലൂ. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. വൈറ്റ്, നിങ്ങൾ എഴുതേണ്ടത് വൈറ്റ് വെള്ള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര എഴുതുക? 20 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾ ബ്ലൂ, ശ്രദ്ധിക്കുക, നീല എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുക? 360-ൽ നിന്ന് 20 കുറക്കുക. അപ്പൊ എത്ര കിട്ടും? 340. മനസ്സിലായോ? ഇനി എത്ര പാർട്ട് എന്നല്ലേ നമ്മളോട് ചോദ്യം. അപ്പൊ വൈറ്റ്, നേരെ വൈറ്റിന്റെ പാർട്ട്, വൈറ്റ് വരുന്നത് ഉത്തരം എഴുതുക 20/360. ഓക്കെ, 20/360. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ എനിക്ക് 0 കട്ട് ചെയ്യാം. 0 കട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് കിട്ടും 2/36 എന്ന് കിട്ടും. 2/36. ഇനി ചുരുക്കാൻ അറിയുന്ന കുട്ടികൾ ചുരുക്കുക, അല്ലെങ്കിൽ 2/36 തന്നെ അവിടെ എഴുതി വെക്കുക. ഓക്കെ, ചുരുക്കാൻ അറിയുന്നവർക്ക് എത്ര ചുരുക്കിയിട്ട് എഴുതാം? അത് കിട്ടും 1/18 കിട്ടും. 2-നെ 2 കൊണ്ട് ചുരുക്കിയ 1, 36 2 18. ചുരുക്കാൻ അറിയാത്തവരെ ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ വൈറ്റായി, അതായത് വെള്ളയുടെ ഭാഗമായി. ഇനി വേണ്ടത് നീലയുടെ ഭാഗമാണ്. നീല ഭാഗം, അതായത് ബ്ലൂവിന്റെ പാർട്ടാണ് ഇനി വേണ്ടത്. ബ്ലൂ എത്ര ഉള്ളു നോക്കിയാൽ 340 ഡിഗ്രി.
അപ്പൊ 340/360 എന്ന് എഴുതും. അപ്പൊ അവിടെയും 0 വേണം, റൈറ്റ് സൈഡിൽ ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്യാം. 10 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണിത്. അപ്പൊ 34/36. ഇതിനെയും 10 കൊണ്ട് ഹരിച്ചു, ഇതിനെയും 10 കൊണ്ട് ഹരിച്ചു. അപ്പൊ ഡിവിഷൻ എനിക്ക് ചുരുക്കാൻ അറിയാത്ത കൂട്ടുകൾ ഇതന്നെ ആൻസർ ആയിട്ട് എഴുതുക. ചുരുക്കാൻ അറിയുന്നവർക്ക് ഇതിനും 2 കൊണ്ട് ചുരുക്കാം, ഇതിനും 2 കൊണ്ട് ചുരുക്കാം. അപ്പൊ ചുരുക്കി കഴിഞ്ഞാല് അതിന്റെ പകുതി എടുത്താൽ മതി, 17. ഇതിന്റെ പകുതി 18. ഓക്കെ, ഈ തരത്തില് ആൻസർ എഴുതി വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്ക്, ഈ പ്രോബ്ലത്തിൽ പറയുമ്പോൾ ആദ്യം എഴുതി വെക്കുക വൈറ്റിനെ ഞാൻ വേന്ന് എഴുതിയ വേ. നോക്ക്, അത് നമുക്ക് കിട്ടിയ എത്ര? 24 ഡിഗ്രി. ഇനി അതിന്റെ ഇവിടെ നമുക്ക് അതിന് മറ്റേ അടിക്ക് എത്ര എഴുതാം? ബ്ലൂ, ബി എന്ന് ഞാൻ എഴുതുന്ന. അപ്പൊ നീലാന്ന് എഴുതുന്നു. അത് എത്ര നമുക്കറിയാം? 360 നിന്ന് 24 കുറക്കുക. അതിൽ ഡൗട്ട് ഉണ്ടോ? ഫുൾ സർക്കിള് വട്ടം എത്രയാ? 360 അപ്പൊ 360 24 കഴിച്ചാൽ ബാക്കിയെല്ലാം വേറെ കളറാണ്. അപ്പൊ 360 24 നമ്മൾ കുറക്കുക. അപ്പൊ നമുക്ക് 336 കിട്ടും. ഇനി പ്രശ്നമില്ല. വൈറ്റ് പാർട്ട് ഓഫ് വൈറ്റ്, അതുമാതിരി വെള്ളയുടെ ഭാഗം എത്ര? ഇപ്പൊ എളുപ്പമില്ലേ? വെള്ളയുടെ ഭാഗം എത്ര കിട്ടും? 24/360. ഇനി നീലയുടെ ഭാഗം, നീലെഴുന്ന നീ ഭാഗം എത്ര വരും? 336. കാണില്ല മോനെ? 360. അതായത് നീല ബ്ലൂ പാർട്ട് എത്ര കിട്ടും? 336/360. ഓക്കെ, ചുരുക്കാൻ അറിയുന്നവര് ചുരുക്കി പോവാ, ചുരുക്കാൻ അറിയാത്തവര് ഇങ്ങനെ തന്നെ അവിടെ എഴുതി വെക്കുക. അപ്പൊ എന്താണ് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ? ഒരു ഭാഗം തന്നു, അപ്പൊ മറ്റേ ഭാഗം 360 കുറച്ച് കണ്ടുപിടിക്കുക. രണ്ടും 360 എത്ര എന്നുള്ള രീതിയിൽ ആൻസർ എഴുതുക. അപ്പൊ അതിന്റെ ആൻസർ എല്ലാത്തിന്റെയും ആയി. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുക്കി എഴുതുന്നത്, ക്യാൻസൽ ചെയ്ത് എഴുതുന്നത് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ചുരുക്കി എഴുതാതെ തന്നെ നിങ്ങൾക്ക് പരമാവധി ആ രീതിയിൽ അതിന്റെ ആൻസർ വരുന്ന രീതി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് അടുത്ത് വീണ്ടും കാണാം. ബൈ.